ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് തിരിച്ചെങ്ങോട്ട് പോവുകയാണ്? അയർലൻഡിലേക്ക്. അതെ, ഒരു 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ ആര്യൻ പുതിയതായിട്ടാണ്, അപ്പോൾ അവൻ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ്. ഞാൻ നാട്ടിലായിരുന്നു, ഡെലിവറിയും കാര്യങ്ങളൊക്കെ ക്യാരിങ് ആയപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. മീൻസ് ഫസ്റ്റ് ടൈമാണ് അയർലൻഡിലേക്ക് പോകുന്നത് ബേബിയായിട്ട്. അപ്പോൾ അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ 12:30 1 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ആ ടൈം തൊട്ടേ അവൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുവാണ്, ഒട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പം എയർ ഇന്ത്യയിലായിരുന്നു വന്നത്. നാട്ടിലേക്ക് വന്നപ്പോൾ എയർ ഇന്ത്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റേ ഫ്ലൈറ്റ് ക്രാഷ് ആയത്. പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് എമിറേറ്റ്സിലാണ്. എമിറേറ്റ്സിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. ഇത്രയും വലിയൊരു ഇൻസിഡൻ്റ് ആവുന്നതുകൊണ്ട് അതായത് സേഫ് ഫ്ലൈറ്റ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഫ്ലൈറ്റ് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് ആരും ഉറങ്ങി. അതെ, ഡിലേ ആയിരുന്നു, അരമണിക്കൂർ ഡിലേ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലൈങ് വലിയ പ്രശ്നമില്ലായിരുന്നു. ദുബായിലെത്തി. കാരണം കുറച്ച് ആ ടൈമിലേക്ക് ദുബായിൽ ഒരു ലേവർ ഉണ്ടായിരുന്നു 8 മണിക്കൂർ. ഏറ്റവും ഭയങ്കര കഷ്ടത 8 മണിക്കൂറായിരുന്നു ലേവർ. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ആ ഫുഡ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മളൊരു പഴം മേടിച്ചു അവിടുന്ന്, ദുബായ് എയർപോർട്ടിൽ നിന്ന് ഒരു പഴം മേടിച്ചു. ആ പഴത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 700 രൂപ. അതും അവൻ കഴിച്ചില്ല. അതുകൊണ്ട് തെർലാക മേടിച്ചു അവിടുന്ന്. 36 ദിറം. അതും കഴിച്ചില്ല. സത്യത്തിൽ ഈ യാത്രയിൽ ഫുഡൊന്നും കഴിക്കുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഇത് കിട്ടിയായിരുന്നു അല്ലേ, ഈ ഫുഡ് എന്തോ ഫ്ലൈറ്റിൽ നിന്ന് ഒരു മറ്റേ സ്ക്വീസി ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് കിട്ടി. പക്ഷെ കഴിക്കുന്നില്ല. പക്ഷേ ഫോർമുല മാത്രം കുടിച്ചാണ് നമ്മളൊരു ഒഴിഞ്ഞ സെക്ഷനിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യുന്ന ഒരു ഒഴിഞ്ഞ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ആരുമില്ല ഈ സെക്ഷനിൽ. അങ്ങനെ നമ്മൾ കുറച്ച് തന്നെ ഇങ്ങനെ 8 മണിക്കൂർ എങ്ങനെയോ തെളിഞ്ഞു. പിന്നെ അവിടെ നിന്നൊരു ചെറിയൊരു ബഗ്ഗി കിട്ടി. അതേ ഇരുത്തി ഉരുട്ടുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അങ്ങനെ ഉരുട്ടി, അങ്ങനെ അങ്ങോട്ട് ചെള്ളി ഉരുട്ടി എല്ലാം. അതെ. പിന്നെ എന്താ അറിയാമല്ലോ, ഇത് എമിറേറ്റ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ് ഇത്. പിന്നെ ഇവിടുന്ന് വേറെ ഒരു എയർപോർട്ട്, ഏറ്റവും വലിയ എയർപോർട്ടാണിത് ദുബായിലെ. ഇവിടുന്ന് നമ്മൾ ബസ് പിടിച്ച് വേണം അടുത്ത ഫ്ലൈറ്റ് ടെർമിനലിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ടെർമിനലിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ ഇടയ്ക്ക് കളർഫുൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് കണ്ടു. എല്ലാ വീഡിയോ ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു 7 മണിക്കൂർ ഫ്ലൈറ്റ്, അതായത് ദുബായിൽ നിന്ന് നമ്മളെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പം തൊട്ട് കരച്ചില്ല. പിന്നെ ഇവനൊരു തൊട്ടിലോ, ഇവന് ഫ്രണ്ട് സെക്ഷനിലാണ് കിട്ടുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അല്ലേ. ഫൈനലി നമ്മൾ ഡബ്ബയിലെത്തി. ആള് നമ്മുടെ ഒരു ദിവസം റെസ്റ്റിന് ശേഷമാണ് ഈ പരിപാടി. ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷം ആ കാണുന്ന ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാ എയർപ്ലെയിൻ, ചെറിയൊരു എയർപ്ലെയിൻ എക്സ്പ്ലോർ ചെയ്തു. അതെ, പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണിച്ചു. അങ്ങനെ ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ജസ്റ്റ് അത്രയ്ക്ക് വലിയ സെലിബ്രേഷൻ ഇല്ല, ഇനി സെലിബ്രേറ്റ് ചെയ്യണം. സ്മോൾ ഹാപ്പി സെലിബ്രേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഇനി സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. കുറേ അയർലൻഡിലെ വിശേഷങ്ങളൊക്കെ ആയി, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.